ഈ പെൺകുട്ടി ക്ലാസ് കഴിഞ്ഞ് അച്ഛനെ കാത്തു നിൽക്കുകയാണ്. ആ സമയം അങ്ങോട്ട് കുറച്ച് പിള്ളേർ വന്നിട്ട് അവളുടെ കാലിലെ പൊട്ടിയ ഷൂ എടുത്തെറിഞ്ഞു. അവളെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ സങ്കടപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അവിടെ അവളെ ഓട്ടോയുമായി കാത്തു നിൽപ്പുണ്ടായിരുന്നു. വീണ്ടും ദേഷ്യം വന്ന് അവൾ അച്ഛനെ മീണ്ടാക്കാതെ അവിടുന്ന് പോയി. കാരണം അവരൊരു പാവപ്പെട്ട ഫാമിലി ആയിരുന്നു. കഷ്ടപ്പെട്ട് ഓട്ടോ ഓടിച്ചാണ് അച്ഛൻ അവളെ നോക്കുന്നത്. എന്നാൽ അവൾക്കതെല്ലാം പുല്ലുവിലയാണ്. അങ്ങനെ അവൾ വലുതായപ്പോഴും ഇതേ അവസ്ഥ തന്നെ. അച്ഛൻ അവൾക്ക് പുത്തൻ ഷൂ വാങ്ങിച്ചു കൊടുത്തപ്പോഴും അവൾ അതെടുത്ത് വലിച്ചെറിഞ്ഞു. ഒരു ദിവസം അവളുടെ ബോയ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഫംഗ്ഷനെ അവളെ ക്ഷണിച്ചു. അങ്ങനെ അവൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും നല്ല അടിപൊളി ലുക്കിലായിരുന്നു വന്നത്. അവൾ മാത്രം ഒരു പഴയ ഡ്രസ്സും അബായി ചെരുപ്പും. ഉള്ളിലേക്ക് കയറിയപ്പോൾ എല്ലാവരും അവരുടെ ഫോണിൽ കളിക്കാണ്. അവളുടെ അടുത്ത് ഒരു സ്വിച്ച് ഫോണാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അവൾ വീണ്ടും അച്ഛനോട് ഫോണിന്റെ കാര്യവും പറഞ്ഞ് ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു അവിടുന്ന് പോയി. അങ്ങനെ അവളുടെ ബർത്ത്ഡേന്റെ അന്ന് ആ അച്ഛൻ ഉള്ള കാശൊക്കെ ഒരുക്കി വെച്ച് അവൾക്കായിട്ട് ഒരു ഫോൺ വാങ്ങി ടേബിളിൽ വെച്ചു. കൂടെ ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. അച്ഛൻ ഇതെല്ലാം ഓർത്ത് അങ്ങനെ കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് ഓട്ടോ ഓടിച്ചു പോകവേ വഴിയിൽ വെച്ച് ആക്സിഡന്റ് ആവുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു. പോയി നോക്കുമ്പോൾ അത് അവളുടെ അച്ഛനായിരുന്നു. ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ പേരൻസിനോടാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ.